നടന്നപ്പോ തൊട്ട് തന്നെ ഇന്ന് മോർണിംഗ് വ്യൂ എനിക്ക് സെല്ലാണ്. ഇതായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. ഓർഡർ ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് വെയിറ്റിംഗ് ഫോർ ദ ട്രാപ്പ്. യെസ്, എന്റെ മോളിലാണ് സെല്ല്. എടുത്തെടുത്തോ. ബ്രേക്ക് കയറ്റി വെച്ച് സെക്കൻഡ് ടാർഗറ്റ് എടുത്ത് ഇത് മെസ്സേജസ് ഞാൻ റിപ്ലൈ തരാവേ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ എക്സിറ്റ് ആയി. ഇനി ആരൊക്കെയുണ്ട് ട്രേഡില്? നമ്മൾ ഈ ട്രേഡ് നമ്മൾ പിടിച്ച ഡെയിലി ഓരോ ചാൻസ് നിയമിച്ച ഇവിടെ എത്തിയപ്പോൾ എക്സിറ്റ് ആയി. നമ്മൾ മോർണിംഗ് പ്ലാൻ ചെയ്ത സെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത ഏത് ബ്രോക്കർ ആണോ യൂസ് ചെയ്തോ, ഞാൻ SMC അല്ല യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ട്രെൻഡ് ബൈ ആണെന്നും പറഞ്ഞിട്ട് ഇവിടെ കയറിയൊക്കെ ഇതിന്റെ മുകളിലൊക്കെ ബൈ ചെയ്യുന്നവരുണ്ട്. അതാണ് ഇവിടെ ഒരു വിക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ട്രാപ്പ് കണ്ടിട്ട് നമുക്ക് എടുക്കാന്ന്. ഇതും ഒരു ട്രാപ്പ് ആയിരുന്നു ആക്ച്വലി. സെല്ലേഴ്സിനെ ബയേഴ്സിനെ എടുത്ത് കളയാനുള്ള. ക്ലയൻസിന്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാനുണ്ടാവും. ഇപ്പൊ കേൾക്കുന്നുണ്ട്. വോയിസ് ഓക്കെ ആണോ എല്ലാവർക്കും? രാവിലെ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ട്രേഡ് കിട്ടാൻ ചാൻസ് അതുപോലെ റേഞ്ചിങ് ഒന്നും ആവണ്ടാണ്. ഇന്ന് എക്സ്പയറി കൂടാണ്. എക്സ്പയറി ഡേ ആണ്. കറന്റ് സെൽ വ്യൂ ആണ്. ബൈ വ്യൂ ആയിട്ടില്ല. ഞാൻ മാർക്ക് ചെയ്തിട്ട് ഞാൻ പ്ലാൻ പറയാം എന്താണെന്നുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് നടന്നപ്പോ തൊട്ട് തന്നെ ഇന്ന് മോർണിംഗ് വ്യൂ എനിക്ക് സെല്ലാണ്. ഞാൻ ഇന്നലെ ഈ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഇതാണ് പ്രതീക്ഷിച്ചത്. പ്രൈസ് ഇതുവരെ പോകണം. അപ്പൊ ഈ മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇന്ന് നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അത് ഈ മൂവ്മെന്റ് നടക്കും. സോ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഏരിയ വീണ്ടും പ്രൈസ് റിജക്ട് ചെയ്ത് കൺഫർമേഷൻ ആണ് സെൽ വ്യൂ ആയിരുന്നു രാവിലെ ഉണ്ടാകും. ഇപ്പൊ നെക്സ്റ്റ് പ്ലാൻ ഞാൻ നോക്കുന്നേ ഉള്ളൂ. ചാൻസ് ഉണ്ട് ഈ സംഭവം നടക്കാനായിട്ട്. കൺഫേം സ്കാൽപ്പൊക്കെ പിടിക്കുന്നവർക്ക് അങ്ങനെ ഒരു എൻട്രി വേണം പ്ലാൻ ചെയ്യും. ഇപ്പൊ കേൾക്കുന്നുണ്ട്. സൈഡ് വൈസ് അല്ല, നമുക്ക് ഡൗൺ ട്രെൻഡ് ആണ്. ഇനിയാവുന്നല്ല, കറന്റ് ഡൗൺ ട്രെൻഡ് ആണ്. വ്യൂവും ഡൗൺ ട്രെൻഡ് ആണ്. എൻട്രി മോർണിംഗ് ലൈവിലല്ല, മീൻസ് ക്ലയൻസ് അക്കൗണ്ട് ഞാൻ ഇവിടുന്ന് സെല്ല് ഇന്നലെ പറഞ്ഞ സെയിം പ്ലാൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാൻ ഞാൻ കൂടുതൽ റിലേ ചെയ്യുന്ന ഇതാണ് ഒരു ഓർഡർ ഫ്ലോ ബേസ് ചെയ്തിട്ടാണ്. ബട്ട് ഇതിന്റെ മോഡ് പോകണം കേട്ടോ. ഇതായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. ഇൻകേസ് ഇത് കുറേയൊക്കെ ഭയങ്കരമായിട്ട് ഇവിടുന്ന് റിവേഴ്സലൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലാൻ ക്യാൻസൽ ആണ്. ആസ് നൗ ഇതാണ് പ്ലാൻ. ഇവിടെ നിന്ന് എടുക്കരുത്. അൺടിൽ ഈ ഏരിയ ക്രോസ് ചെയ്തതിനു ശേഷം മാത്രമേ സെല്ല് നമ്മൾ നോക്കുള്ളൂ. അത് ക്രോസ് ചെയ്ത ഉടനെ അല്ല, എൻട്രി ക്രൈറ്റീരിയ പ്ലേസ് ആയി കഴിഞ്ഞാൽ ട്രയൽ ചെയ്ത് പോകണം പ്രോപ്പറായിട്ട്. എടുത്തിറങ്ങുന്ന പരിപാടിയൊന്നും നടക്കുള്ളൂ എന്ന് തോന്നുന്നു. എന്നല്ല ഈ മന്ത് മൊത്തം ഇതാണ് പ്ലാൻ ചെയ്യുന്നത്. എൻട്രി എടുത്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയും രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഇത് ചെയ്യുന്നത്. ബട്ട് ഇന്ന് നമുക്ക് നിഫ്റ്റി ഫോക്കസ് ചെയ്യുന്നതാണ് കുറച്ചൊരു ബെറ്റർ. ഓർഡേഴ്സ് വെയിറ്റിംഗ് ഫോർ ദ ട്രാപ്പ്. യെസ്, ഇത് സംഭവിച്ചിട്ടേ ട്രേഡ് എടുക്കുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണേൽ നോക്കാം കേട്ടോ. നിഫ്റ്റിയിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് മതി. യെസ്, പ്രൈസ് ഏരി വിട്ട് പോലെങ്കിൽ പുട്ടായിരിക്കുന്നു. ഞാൻ എടുക്കാൻ പറയാം. ഞാൻ നോക്കുന്നുണ്ട് എൻട്രി. ഭയങ്കരമായിട്ട് അത് കയറി നിൽക്കുകയാണെങ്കിൽ, ഈ ലെവലിലൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ലതാണ്. എടുക്കാൻ പറയാം. എനിക്ക് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ വേണം എടുക്കാൻ കേട്ടോ എൻട്രി. എന്റെ മുകളിലാണ് SL. എടുത്തെടുക്കാം. എന്റെ മുകളിൽ SL ഞാൻ എടുത്തിട്ടുണ്ട്. അധികം പോയിന്റ്സ് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. എനിക്ക് സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങും. SL ചെറുതല്ല, അപ്പൊ വലിയ പോയിന്റ് ഇല്ല. എല്ലാവരും എടുത്തിട്ടില്ല. ഇത് പിടിച്ചു വേണം ഇച്ചിരി ടാർഗറ്റ് ചെയ്യാൻ പറയാം. ഈ ലോവർ നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കാം. ട്രയൽ ചെയ്ത് പോണേ. ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പ്രൈസ് കിട്ടിയില്ലേ, മനസ്സിലല്ലോ. SL ഇതിന്റെ മുകളിലാണ്. ഈ ഏരിയയുടെ മുകളിലായിട്ട് പറയാം. 2 പോയിന്റ് 3 പോയിന്റ് കൂടി മാറിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ കയറ്റാം. നമുക്ക് പമ്പ് കിട്ടട്ടെ. പമ്പൊക്കെ കിട്ടാൻ പാടായിരിക്കും. അതൊക്കെ മൂവ് ചെയ്താൽ എക്സ്പയറി ഡേ അല്ല. അപ്പൊ എക്സ്പയറി ഡേ നമുക്ക് ഒരു വിധം വർക്കാം. ബ്രേക്ക് കയറ്റി വെച്ച് ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തോ. ഫസ്റ്റ് ടാർഗറ്റ് പോയെ. ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് SL ട്രയൽ ചെയ്ത് പിടിച്ചു പോണേ. പ്രോഫിറ്റ് എടുത്ത് പോണേ. ഞാൻ പറഞ്ഞ വലിയ ഇത് ഓക്കെ, നാളെ തൊട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എല്ലാവരും ബുക്ക് ചെയ്യണേ. SL ട്രയൽ ചെയ്തോ. മിനിമം എല്ലാവരും ഇതെങ്കിലും ബുക്ക് ചെയ്യണേ. ബ്രേക്ക് ഇവനെങ്കിലും വെക്കണേ. നമുക്കൊരു ഇതുവരെയെങ്കിലും മിനിമം കിട്ടുമോ നോക്കാം. ഈ ഒരു ഏരിയ പുതിയ ഡേ ലോ ഉണ്ടാക്കാനുള്ള ചാൻസ് ഹൈ ആണ്. പിന്നെ ചിലപ്പോൾ ഒരു ഇവിടെയൊക്കെ എക്സിറ്റ് ആയാലും 20% എല്ലാം ചിലപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യും. പുതിയ ഡേ ലോ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ. അത്രേ ഉള്ളൂ. ഞാൻ അധികം ഹോൾഡിങ് കാണില്ല ഇതില്. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെക്കും എല്ലാവരും. എന്തായാലും ടൈറ്റ് പിടിച്ചാലും കുഴപ്പമില്ല. എക്സിറ്റ് ട്രേഡ് വേണം. ഓക്കെ ഞാൻ ഹോൾഡിങ് ചെയ്യുന്നു. ബ്രേക്ക് ഇവനാണ്. വേറെ എന്തൊക്കെയോ മെസ്സേജ് ഞാൻ കണ്ടോ. ട്രേഡ് റണ്ണിങ് ആണ്. ഇത് SL ബ്രേക്ക് ഇവനാണ് ബ്രോ. ബ്രേക്ക് ഇവൻ കയറ്റി വെക്കേ. ഇനി എടുക്കാൻ നിൽക്കില്ല കേട്ടോ. സെക്കൻഡ് ടാർഗറ്റ് എടുത്ത് ട്രയൽ ഫൈനൽ ഇല്ല. ബട്ട് ഞാൻ ട്രേഡറിൽ വേറെ ഇത് മെസ്സേജസ് ഞാൻ റിപ്ലൈ തരാവേ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ട്രയൽ ചെയ്തോണ്ടിരിക്കുക. ഞാൻ പാർഷ്യൽസ് ഒക്കെ ബുക്ക് ചെയ്ത് കേട്ടോ. ഞാൻ SL ട്രയൽ ചെയ്യുന്നുണ്ട്. ട്രയൽ ചെയ്തത് വലിയ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യണ്ട ബ്രോ. ഞാൻ ജസ്റ്റ് 20% മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇറങ്ങിയപ്പോ എന്റെ SL ട്രയൽ ചെയ്താൽ ജസ്റ്റ് 20% ഹോൾഡ്
ബ്രേക്കിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് റണ്ണിങ് ഉണ്ട്, അത്രേ ഉള്ളൂ. നോക്കാം ഡേയ്സ് ലോ ഉണ്ടാക്കൂ. എന്നാലും വലിയ മൂവ്മെന്റ്സ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ക്ലോസ് ആവാറാവില്ല. ട്രേഡ് എടുത്തു. ട്രേഡ് റണ്ണിങ് പ്രോഫിറ്റ് നമ്മള് 2 ടാർഗറ്റ് ബുക്ക് ചെയ്ത് ലാസ്റ്റത്തെ 20% ഹോൾഡ്. കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് വേണം പിടിച്ചോ, കാര്യം ഇനി അത് ഇറങ്ങി വന്ന കാര്യമില്ല. ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ SL ഒന്ന് ടൈറ്റ് പിടിച്ചോ. ചെറിയ അത്യാവശ്യം നല്ല ലോട്ട് എടുക്കാൻ പറ്റി കാണുമല്ലോ. ഈ പോയിന്റ് ഈ ഏരിയ ഒന്ന് നോക്കിയെന്നാ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ് ഇപ്പൊ പ്രൈസ് നിൽക്കുന്ന ഏരിയ. ഓക്കെ 1 പോയിന്റ് ഡേയ്സ് ലോ ഉണ്ടാക്കോ. എക്സിറ്റ് ടോട്ടൽ. ഓക്കെ എക്സിറ്റ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. SL ട്രയൽ ചെയ്ത് പോകുന്നുണ്ട്, ഇറങ്ങുന്നുണ്ടല്ലോ. ഞാൻ അവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഞാൻ എക്സിറ്റ് ആയി. ഇനി ആരൊക്കെയുണ്ട് ട്രേഡില്? ഞാനവിടെ ഈ ട്രേഡ് നമ്മൾ പിടിച്ച ഡെയിലി ഓരോ ചാൻസ് ഉണ്ട്. ഞാൻ പക്ഷേ ഇവിടെ എത്തിയപ്പോ എക്സിറ്റ് ആയി. നമ്മൾ മോർണിംഗ് പ്ലാൻ ചെയ്ത സെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത. ഇനി എന്നുള്ള ഡെയിലി ഉണ്ടല്ലോ. വേറെ ആരൊക്കെ എന്തൊക്കെ വേറെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നൊരു ചോദിക്കാൻ ഞാൻ ആ സമയത്ത് ട്രേഡ് റണ്ണിങ് ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് ഡെയിലി ഉണ്ട് ലൈവ്. ഡെയിലി ലൈവ് പിന്നെ ഭയങ്കരമായിട്ട് ഓൾമോസ്റ്റ് 3 ആയി. പിന്നെ 3 അതിനുശേഷം ഞാൻ അങ്ങനെ ട്രേഡ് എടുക്കില്ലല്ലോ. അതാണ് ഡീറ്റെയിൽസ് ബ്രോ. രാവിലെ നമ്മൾ പ്ലാൻ ചെയ്ത് സെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. റെഡി ആയല്ലേ? ഓക്കെ. ഇപ്പൊ എടുത്ത ട്രേഡ് സെയിം. ഞാൻ ഇപ്പൊ രാവിലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഈ സാധനം ഇവിടെ വേണം. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ആ ട്രാപ്പ് കഴിഞ്ഞ് നമ്മൾ എടുക്കും. സോ ഇവിടെ വെച്ചിട്ട് എൻ്റർ ആയി. ലൈവ് ആയിട്ടല്ലേ അടുത്ത കണ്ടിന്യൂഷൻ എൻട്രി ഇല്ലല്ലോ ബ്രോ ഈ സെറ്റപ്പില്. എങ്ങനെ എടുക്കണ്ടേന്ന് അറിയില്ല. കാണും യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട് ട്രേഡ് പ്ലേസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. ഞാൻ മിനിമം 200-300 ലോട്ടൊക്കെ വെച്ച് പോകുന്നു. പോയിന്റ്സ് നമ്മൾ എക്സ്പെൻസ് ഒക്കെ പോലെ ടൈറ്റ് ആയിട്ട് SL ട്രയൽ ചെയ്ത് പോകണമെന്ന്. അതാണ് ഞാൻ ബുക്ക് ചെയ്ത് പോകാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് ടാർഗറ്റ് 1 ടാർഗറ്റ് 2 ഒക്കെ എടുക്കുള്ളൂ. ഇത് കണ്ടോ ഇപ്പോഴും അത് ആയിട്ടില്ല, ഇങ്ങനെ നിൽക്കുക. പിന്നെ ഈ ഏരിയയിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓർഡേഴ്സ് ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ തന്നെ നിൽക്കും. ഏത് ബ്രോക്കർ വേണോ യൂസ് ചെയ്തോ? ഞാൻ SMC അല്ല യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ട്രെൻഡ് ബൈ ആണെന്നും പറഞ്ഞിട്ട് ഇവിടെ കയറിയൊക്കെ ഇതിന്റെ മുകളിലൊക്കെ ബൈ ചെയ്യുന്നവരുണ്ട്. അതാണ് ഇവിടെ ഒരു വിക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ട്രാപ്പ് കണ്ടിട്ട് നമുക്ക് എടുക്കാന്ന്. ഇതും ഒരു ട്രാപ്പ് ആയിരുന്നു ആക്ച്വലി. സെല്ലേഴ്സിനെ ബയേഴ്സിനെ എടുത്ത് കളയാനുള്ള. കണ്ടില്ല ഇവിടെ ഓർഡേഴ്സ് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. കറക്റ്റ് ഈ പോയിന്റ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഷോർട്ട് പൊസിഷൻ ആണെന്ന് ഞാൻ രാവിലെ തൊട്ടേ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സെല്ലാണ് നോക്കുന്നത്. ക്ലയൻസിന്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാനുണ്ടാവും. ഇല്ല നാളെ മോർണിംഗ് ഇല്ലില്ല. അതെന്താന്ന് വെച്ചാൽ ചില ദിവസം നമ്മളിപ്പം ഈ പ്ലാൻ ചെയ്യുന്ന സാധനം നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അങ്ങനെ കാണും. നാളത്തേക്ക് ഇല്ല. ഇത് ഇന്നലെ നമ്മൾ 8 നടന്നില്ല, അതാണ് ഇവിടെ നടന്നത്. വേറൊരു ഡേ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്ത് അത് നടക്കാനുണ്ടായിരുന്നു. അതാണ് ഈ സ്ഥലത്ത് നടന്നത്. 2 പ്രാവശ്യം ഈ വീക്ക് എനിക്കൊന്ന് അതെന്തായിരുന്നു ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ ഇന്നും ഈ വീക്ക് നാളത്തേക്ക് അതില്ല കേട്ടോ. അതുള്ള ദിവസം ഞാൻ പറയാൻ വേണമെങ്കിൽ. ഒന്നുമില്ലെങ്കിൽ പിന്നെ വെറുതെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യില്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ അന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്ത. വെറുതെ ഇരിക്കാം. നമുക്കൊരു ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ